ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള സമേത ആയുർവേദിക്സിലേക്കാണ്. ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്തതാണ് ഒരു ആയുർവേദിക് മസാജ് എടുക്കണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് സമേതയിലേക്ക് വന്നത്. ഇവർക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പാക്കേജസ് ഉണ്ട്. പ്രസവരക്ഷയുണ്ട്, ബ്രൈഡൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 ഡേ റെജുവിനേഷൻ ട്രീറ്റ്മെൻറ്റ് ആണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫും ഡോക്ടേഴ്സുമാണ്. നമുക്കൊരു ഹോംലി ഫീല് കിട്ടുന്ന, ഭയങ്കര നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു എൻവയോൺമെൻ്റ് ആയിരുന്നു. ഇതാണ് സമേതയുടെ മസാജ് റൂം. അതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു. വിളക്കൊക്കെ കത്തിച്ച് വെച്ച് നല്ല ഐശ്വര്യത്തോടെ ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഫേസിലും ബോഡിയിലും ആയിട്ടിരുന്ന ഡിഫറെൻറ്റ് പാക്സ് ആണ്. ഓരോ പാക്കും ഇടുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ടത്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എണ്ണ ഒഴിച്ച് ഹെഡിൽ മസാജ് സ്റ്റാർട്ട് ചെയ്തു. എന്താ പറയുക, ഈ ഒരു ഓയിൽ മസാജ്, ഈ ഒരു ഹെഡ് മസാജ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവററ്റ് പാർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഹെഡ് മസാജ് ചെയ്യുന്നത്. അതിപ്പോൾ വീട്ടിലാണെങ്കിലും എനിക്കത് ആരെങ്കിലും ചെയ്തു തരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഹെഡ് മസാജ് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസിൽ മസാജ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഓയിലിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ആദ്യം ഓയിൽ വെച്ചിട്ടാണ് അവർ മസാജ് ചെയ്തത്. ആദ്യം ഫേസൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓയിൽ വെച്ച് മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് പാക്ക് ഇട്ടു. ടേമറിക്കിൻ്റെ പാക്കാണ്. അതും ഇട്ട് നന്നായിട്ടൊന്ന് ഫേസ് സ്ക്രബ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് തന്നു. പിന്നെ നന്നായിട്ട് ഫേസിലേക്ക് സ്റ്റീം കൊടുത്തു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഫേസിലേക്ക് സ്റ്റീം കൊടുക്കുന്നത്. ഞാൻ വീട്ടിലായിരിക്കുമ്പോഴും ചെയ്യാറുണ്ട്. അതിനുശേഷം അവർ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നവരക്കിഴി ഫേഷ്യലാണ്. അപ്പോൾ ഈ ഒരു പാക്ക് ഇട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം എനിക്ക് ഫേസിൽ ഒരു കിഴി വെച്ചിട്ട് മസാജ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഫുൾ ബോഡി ഒഴിച്ചിലായിരുന്നു. ഇവരുടെ ഓയിലും പാക്കും ഒക്കെ വെച്ചിട്ട് ഫുൾ ബോഡി മസാജ് ചെയ്തു. ഫുൾ ബോഡി മസാജ് 4 ഹാൻഡ്സ് ആയിരുന്നു. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്, മറ്റേ ചേച്ചിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 4 ഹാൻഡ് കൂടി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റി. അടിപൊളി മസാജിങ് ആയിരുന്നു. നല്ലൊരു ഉഗ്ര മസാജിന് ശേഷം എന്നെ നല്ല സ്റ്റീം ബാത്തിന് കയറ്റി. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ചൂട് അസോസിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മസാജ് ചെയ്യുമ്പോൾ. ഇത് കാണുമ്പോൾ എനിക്ക് ആക്ച്വലി ജൂനിയർ മാൻഡ്രിക്കാണ് ഓർമ്മ വരിക. ശിരോധാരയും ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നല്ല തണുത്ത വെള്ളം തലയിൽ കൂടി ഇങ്ങനെ ഒഴിക്കുന്ന പോലെയായിരുന്നു. പക്ഷെ ഇത് വെള്ളമല്ല, ഇത് വേറെ എന്തോ സംഭവമാണ്. കറക്റ്റ് എനിക്കറിയില്ല, എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. പക്ഷേ ഈ ഒരു സംഭവം ഭയങ്കര കൂളിങ് ആൻഡ് സൂത്തിങ് ആയിരുന്നു. ശിരോധാര കഴിഞ്ഞ് കുളിച്ചിറങ്ങിയതിന് ശേഷം എനിക്ക് രാസ്നാദിപ്പൊടി ഇട്ട് തന്നു. ഇത് ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ കുഞ്ഞിലെ നല്ല ചെറുതായിരിക്കുമ്പോൾ ഇട്ടിട്ടുള്ളതാണ്. സോ ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു. ഇതാണ് ധൂമപാനം. ഇവരുടെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് കോൾഡ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. ഹെർബൽ സ്മോക്കിംഗ് എന്നും ഇതിനെ പറയും. ഇത് നമ്മളൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇത് കേശധൂപനം എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് ചെയ്ത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എൻഡ് ചെയ്തു. അതിനുശേഷം സമേതയുടെ തന്നെ ലിപ് ബാമും കൺമഷിയും എനിക്ക് തന്നു. അതിൽ ലിപ് ബാമും ഇവരുടെ സോപ്പും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ശേഷം ഒരു ഗ്ലാസ് ചൂട് ചുക്ക് കാപ്പിയും കൂടെ തന്ന് ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിച്ചു. എന്താ പറയുക, മൈൻഡും ബോഡിയും ഒരേപോലെ അറ്റ് പീസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് സമേതയിൽ നിന്ന് കിട്ടിയത്.
അപ്പോൾ നിങ്ങൾക്കും ഇതേപോലൊരു ട്രീറ്റ്മെൻറ്റ് ഒരു റിലാക്സേഷൻ ആവശ്യമുണ്ടെങ്കിൽ ടു ചെക്ക് ഔട്ട് സമേത ആയുർവേദിക്സ്. ഇവർക്ക് കൊച്ചിയിലും കോഴിക്കോടും ട്രിവാൻഡ്രത്തും ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.